2026 മെയ് 4. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും കേരളം അടക്കമുള്ള മറ്റു ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമെന്ന്. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ദിവസമാണത്. അരനൂറ്റാണ്ടിലധികം തമിഴ് മണ്ണിൽ വേരുറപ്പിച്ചു നിന്ന ദ്രാവിഡ രാഷ്ട്രീയ ശക്തികൾ ഒരൊറ്റ തരംഗത്തിൽ കുലുങ്ങിയ ദിവസമാണത്. വെറും 2 വർഷം മുൻപ് മാത്രം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഒരു സിനിമാ താരമാണ് ഇന്നത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു. ജോസഫ് വിജയ് എന്ന ദളപതി വിജയ് നേടിയെടുത്തത് ഒരു സാധാരണ വിജയമായിരുന്നില്ല. അതൊരു പവർഫുൾ ഷിഫ്റ്റ് ആയിരുന്നു. എതിരാളികളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ജോസഫ് വിജയ് എന്ന സിനിമാ താരം ഇന്ന് തമിഴകത്തിന്റെ ചക്രവർത്തിയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ അഗ്രഗണ്യരായ DMK-യെയും AADMK-യെയും ഒരു തുടക്കക്കാരൻ എങ്ങനെയാണ് നിഷ്പ്രഭമാക്കിയത്? അതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ച ആ ഘടകങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. വിജയുടെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സംഘടന. ആരവങ്ങളില്ലാതെ അദ്ദേഹം നിശബ്ദമായി പടുത്തുയർത്തിയ ഒരു ഭരണ സംവിധാനമുണ്ട്. വർഷങ്ങളായി അദ്ദേഹം അതിനുവേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമായി 85,000-ഓളം ഫാൻസ് ക്ലബ്ബ് വിജയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ ക്ലബിലും സജീവമായ 25 പേരെ വെച്ച് നോക്കിയാൽ പോലും 20 ലക്ഷത്തിലധികം വരുന്ന ഒരു വൻ സൈന്യം അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ പറയാൻ സാധിക്കുന്ന BJP എന്ന പാർട്ടി പോലും RSSന്റെ പിന്തുണയോടെ വർഷങ്ങളെടുത്താണ് ബൂത്ത് ലെവലിൽ ഇത്തരം ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ വിജയ് അത് തന്റെ കരിയറിലൂടെ വളരെ മുൻപേ നേടിയെടുത്തു. എന്ന് വെച്ചാൽ തലേന്നത്തെ മഴയ്ക്ക് മുളച്ചു വന്ന കൂണല്ല വിജയുടെ പാർട്ടി എന്ന് സാരം. വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയെ രാഷ്ട്രീയ പാർട്ടിയായി അദ്ദേഹം രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. രണ്ടാമത്തെ ഘടകം തമിഴ്നാട്ടിലെ പുതിയ തലമുറയുടെ മാറ്റമാണ്. തമിഴ്നാട്ടിലെ വോട്ടർമാരിൽ 31% 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അവർക്കൊന്നും ജയലളിതയുടെയോ കരുണാനിധിയുടെയോ പഴയകാല രാഷ്ട്രീയം കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല. ജോലി, അഴിമതിയില്ലാത്ത ഭരണം, വികസനം, സുരക്ഷ ഇവയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം DMK-യും AADMK-യും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടികളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ സക്സസ് ആയത് ഒരു ബിസിനസ് തന്ത്രമാണ്. ഉപയോഗിച്ചു മടുത്ത ക്വാളിറ്റി കുറഞ്ഞ 2 ബ്രാൻഡുകൾ ഒരേപോലെ വിരസത ഉണ്ടാക്കിയപ്പോൾ പുതുമയുള്ള ഓപ്ഷൻ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ പ്രധാന ഘടകം അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അതേ നാണയത്തിൽ തന്നെയാണ് വിജയും തിരിച്ചടിച്ചത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് 8 ഗ്രാം സ്വർണം, സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ, 6 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ എന്നിങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് നടന്ന റാലിയിൽ ഉണ്ടായ അപകടവും ആരും മറക്കാനിടയില്ല. അവിടം കൊണ്ട് വിജയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്നും പലരും വിധി എഴുതിയിരുന്നു. പക്ഷേ ആ പ്രതിസന്ധിയിൽ അടിപതറാതെ അദ്ദേഹം കാണിച്ച പക്വതയാണ് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുകയും ചെയ്തതോടെ അദ്ദേഹത്തെ തമിഴ് ജനത നെഞ്ചിലേറ്റി. പക്ഷേ കടമ്പകൾ ഇനിയും ബാക്കിയാണ്. ഇതുവരെയും ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അഴിമതിക്കാർ എന്ന് അദ്ദേഹം വിളിച്ച പാർട്ടിക്കാരുമായി സന്ധി ചെയ്യേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ വലിയൊരു തുക ആവശ്യമാണ്. ഇത് തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട്. സിനിമയിൽ അദ്ദേഹം രക്ഷകനാണ്, എല്ലാ തവണയും വിജയിക്കാറുമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എന്നത് ചെറിയ കടമ്പയല്ല. വിജയ് ഇപ്പോൾ ഒരു തരംഗമാണ്. പക്ഷേ ആ തരംഗം ഒരു സ്ഥിരഭരണമായി മാറുമോ, അതോ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണമായി തീരുമോ? അടുത്ത കുറച്ച് മാസങ്ങളിൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തമിഴ്നാട് രാഷ്ട്രീയം മാറ്റത്തിന്റെ പാതയിലാണ്. ഈ മാറ്റം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വിജയ് സംസ്ഥാനം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാകുമോ, അതോ സിനിമ ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും ഒരേപോലെ തിരശ്ശീല വീഴുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.